കസ്റ്റഡി മർദ്ദനങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. മർദ്ദനത്തിനിരയായ സുജിത്തിന് സമരവേദിയിൽ സ്വർണ്ണമാല ഊരി നൽകി DCC പ്രസിഡന്റ്. പാലിയേക്കരയിലെ ടോൾ പിരിവിനുള്ള സ്റ്റേ തിങ്കളാഴ്ച വരെ നീട്ടി ഹൈക്കോടതി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് നിലവിലെ സാഹചര്യം കോടതിയെ ധരിപ്പിച്ച് കളക്ടർ. കുരിയേച്ചിറ വെയർഹൌസിന് സമീപം ഫ്രൂട്ട്സ് ആൻഡ് ബേക്കറി കടയ്ക്ക് തീപിടിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിയന്ത്രണ സംവിധാനങ്ങൾ പാളിയതോടെ വിവാഹ സംഘങ്ങൾ തിരക്കിൽ വീർപ്പുമുട്ടി. തിരക്ക് നിയന്ത്രിക്കാനുള്ള നിലവിലെ സംവിധാനം ഭക്തർക്ക് ദുരിതമാകുന്നു. ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. കൊരട്ടി ആറ്റപ്പാടത്ത് മദ്യപിച്ചുണ്ടായ വഴക്കിനിടെ പിതാവ് കുത്തേറ്റ് മരിച്ചു. ആറ്റപ്പാടം സ്വദേശി ജോയിയാണ് കൊല്ലപ്പെട്ടത്. മകൻ അറസ്റ്റിൽ. കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടറെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ ക്രൂരമർദ്ദനത്തിനിരയാക്കി. കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. വാർത്തകളിലേക്ക് വിശദമായി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി കോൺഗ്രസ്. പ്രതികളായ എല്ലാ പോലീസുകാരെയും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് KPCCയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. സംസ്ഥാനതല പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിർവഹിച്ചു. സുജിത്ത് മർദ്ദനമേറ്റ സംഭവം നിയമസഭയിൽ അതീവ ഗൗരവത്തിൽ കൊണ്ടുവരുമെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞു. കുന്നംകുളത്തെ പോലീസ് മർദ്ദന കേസിലെ പ്രതികളെ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി കൊടുത്തു എന്നതാണ് കേരള പോലീസ് നൽകിയ ശിക്ഷ. മനുഷ്യജീവൻ സംരക്ഷിക്കേണ്ട പോലീസ് മനുഷ്യജീവൻ തട്ടിയെടുക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടത്തുന്നത്. സുജിത്തിനെ മർദ്ദിച്ചവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. അതാവശ്യപ്പെടുന്ന പ്രതിഷേധ സംഘവുമാണിത്. അത് മാത്രം പോരാ, ഇവർ ചെയ്ത ക്രിമിനൽ കുറ്റമാണ് എന്ന ധാരണയിലാണ് പോലീസ് മർദ്ദനത്തിനിരയായ സുജിത്തിനെ ചേർത്ത് പിടിച്ച് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. വിവാഹ സമ്മാനമായി പ്രതിഷേധ വേദിയിൽ വെച്ച് 2 പവന്റെ സ്വർണ്ണമാല DCC പ്രസിഡന്റ് ഊരി നൽകി. 15-ാം തീയതിയാണ് സുജിത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. പോലീസ് മർദ്ദനത്തിനെതിരെ നാടാകെ പ്രതിഷേധങ്ങൾ നടക്കുന്ന സമയമാണ്. കുന്നംകുളത്ത് കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ സദസ്സായിരുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആയിരുന്നു ഉദ്ഘാടകൻ. ഉദ്ഘാടന പ്രസംഗത്തിൽ KC വേണുഗോപാൽ വിവാഹ സമ്മാനമായി കഴിഞ്ഞ ദിവസം മോതിരം നൽകിയ കാര്യം അദ്ദേഹം പരാമർശിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മാലയെങ്കിലും നൽകണമെന്ന് ഹാസ്യരൂപേണ പറയുകയും ചെയ്തു. പറഞ്ഞു തീരും മുൻപ് ജോസഫ് ടാജറ്റ് മാല നൽകുന്നതായി മുൻ MP TN പ്രതാപൻ പ്രഖ്യാപിച്ചു. വേദിയിൽ വെച്ച് തന്നെ കഴുത്തിലണിഞ്ഞിരുന്ന 2 പവൻ തൂക്കം വരുന്ന മാല ഊരി DCC പ്രസിഡന്റ് നൽകി. വേദിയിൽ തന്നെ മാല സുജിത്തിന്റെ കഴുത്തിലണിയിക്കുകയും ചെയ്തു. TCV ന്യൂസ്, കുന്നംകുളം. സമൂഹത്തിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് സമരം ചെയ്യുന്നതെന്നും സ്ത്രീകൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകാൻ മടിക്കുകയാണെന്നും മുൻ MLA TV ചന്ദ്രമോഹൻ പറഞ്ഞു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ എല്ലാ പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തൃശൂർ ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ ജനകീയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃശൂർ ബ്ലോക്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻ മേയർ IP പോൾ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ, DCC സെക്രട്ടറി ഉസ്മാൻ ഖാൻ, രവി താണിക്കൽ, നോർത്ത് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആശിഷ് മൂത്തേടത്ത്, സൗത്ത് മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പുലിക്കോട്ടിൽ, വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ടോം ആന്റണി, ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ജോർജ് ചാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ കേസുകളും 2 കൊല്ലം മുമ്പുള്ള കേസുകളാണ്. എന്താ ഈ 2 കൊല്ലം മുമ്പുള്ള കേസുകൾ? ഇവരുടെ പ്രൊമോഷൻ. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് നിലവിലെ സ്ഥിതി തൃശൂർ ജില്ലാ കളക്ടർ ഹൈക്കോടതിയെ ധരിപ്പിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഓൺലൈനിലൂടെയാണ് ഹാജരായത്. അതേസമയം ടോൾ പിരിക്കുന്നതിനുള്ള സ്റ്റേ ഹൈക്കോടതി തിങ്കളാഴ്ച വരെ നീട്ടി. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ചിലയിടങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഗതാഗതക്കുരുക്കും യാത്രാ ദുരിതവും പൂർണ്ണമായി മാറ്റാൻ കരാർ കമ്പനിക്കായിട്ടില്ല. കേസ് തിങ്കളാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. കുരിയേച്ചിറ വെയർഹൌസിന് സമീപം ഫ്രൂട്ട്സ് ആൻഡ് ബേക്കറി കടയ്ക്ക് തീപിടിച്ചു. ഒല്ലൂർ സ്വദേശി പുതുക്കാടൻ വീട്ടിൽ വിനോദിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രൂട്ട്സ് ഫാക്ടറി എന്ന കടയിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഓലയും ഷീറ്റും മേഞ്ഞ ഷെഡായിരുന്നതിനാൽ തീ ആളിപ്പടർന്നു. തൃശൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നഷ്ടം കണക്കാക്കിയിട്ടില്ല.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹ തിരക്ക് തുടരുന്നു. നിയന്ത്രണ സംവിധാനങ്ങൾ പാളിയതോടെ വിവാഹ സംഘങ്ങൾ തിരക്കിൽ വീർപ്പുമുട്ടി. ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്നത് ചിങ്ങമാസത്തിലാണ്. ഓണാവധി കഴിഞ്ഞിട്ടും 186 വിവാഹങ്ങളാണ് ബുധനാഴ്ച നടന്നത്. ചിങ്ങത്തിലെ മുഹൂർത്തമുള്ള ദിവസമായതിനാലാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം. പുലർച്ചെ 5 മുതൽ 4 മണ്ഡപങ്ങളിലായി താലികെട്ട് ആരംഭിച്ചു. 5 മുതൽ 9 വരെ 50 വിവാഹങ്ങളാണ് നടന്നത്. 9 മുതൽ 10 വരെ മാത്രം 100 വിവാഹങ്ങൾ നടന്നു. ഈ സമയത്ത് ക്ഷേത്ര പരിസരത്തേക്ക് കാലുകുത്താൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. തിരക്കിനിടയിൽ വധു തളർന്നു വീണു. വധൂവരന്മാരുടെ സംഘങ്ങൾക്ക് പരസ്പരം കണ്ടുമുട്ടാൻ കഴിയാത്ത സ്ഥിതിയായി. ഉച്ചയ്ക്ക് 12ഓടെയാണ് തിരക്കിന് ശമനമായത്. തിരക്ക് നിയന്ത്രിക്കാനായി വിവാഹ സംഘങ്ങൾക്കും ദർശനത്തിനുള്ള ഭക്തർക്കും വൺവേ സംവിധാനം ഏർപ്പെടുത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ക്ഷേത്രനടയിൽ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും നഗരത്തിൽ ഗതാഗതക്കുരുക്കുണ്ടായില്ല. വാഹനങ്ങൾക്ക് വൺവേ ഏർപ്പെടുത്തിയിരുന്നു. അഷ്ടമി രോഹിണി ദിവസമായ ഞായറാഴ്ച 200ഓളം വിവാഹങ്ങൾ ഷീട്ടാക്കിയിട്ടുണ്ട്. കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ ദർശനത്തിനുള്ള തിരക്കും വിവാഹ തിരക്കും ഘോഷയാത്രകളും കണക്കിലെടുത്ത് പുലർച്ചെ 4-ന് താലികെട്ട് ആരംഭിക്കാൻ സൗകര്യമൊരുക്കുമെന്ന് ദേവസ്വം അറിയിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC നോൺ AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തിരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള നിലവിലെ സംവിധാനം ഭക്തർക്ക് ദുരിതമാകുന്നു. തിരക്ക് നിയന്ത്രിക്കാനായി ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. വിവാഹത്തിരക്കേറുന്ന ദിവസങ്ങളിൽ ക്ഷേത്രനടയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. തദ്ദേശീയരായ ഭക്തർക്കും ക്ഷേത്രനടയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഭക്തർക്കും കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിന് മുന്നിൽ ചെന്ന് തൊഴുത് വേഗം മടങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. തെക്കേ നടയിലൂടെ ദീപസ്തംഭത്തിനടുത്തെത്താൻ മണിക്കൂറുകൾ കാത്തു നിൽക്കണം. തിരക്കുള്ള ദിവസങ്ങളിൽ തെക്കേ നടയിൽ നിന്നും ദീപസ്തംഭത്തിനടുത്തേക്ക് നേരെ പോകുന്നതിന് നിയന്ത്രണമുണ്ട്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ചുറ്റി വേണം ദീപസ്തംഭത്തിന് അടുത്തെത്താൻ. തെക്കേ നടയിൽ നിന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിനടുത്തേക്ക് പ്രവേശിക്കുമ്പോഴും വിവാഹ സംഘങ്ങളെ കയറ്റിവിടുവാനായി വരി അടച്ചുകെട്ടും. കാത്തുനിന്ന് വരി തുറന്നാൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപവും അടച്ചിട്ടുണ്ടാകും. ഇവിടെയും കാത്തുനിന്ന് വീണ്ടും കല്യാണ മണ്ഡപത്തിൽ എത്തിയാലും പ്രവേശിക്കാനാകില്ല. കിഴക്കേ നടയിലെ ക്ലോക്ക് റൂം വഴിയാണെങ്കിൽ അവിടെയും തുറന്നിട്ടുണ്ടാകില്ല. വിവാഹ സംഘങ്ങളും ദർശനത്തിനുള്ളവരും കൂടിക്കലരുന്നതോടെ നിന്നു തിരിയാൻ പോലും കഴിയാത്ത അവസ്ഥയാകും. ഇതുമൂലം തദ്ദേശീയരായ ഭക്തർ ഉച്ചവരെ ക്ഷേത്രം നടയിലേക്ക് വരാൻ മടിക്കുകയാണ്. ഇതിന് ശാശ്വത പരിഹാരമായി ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യം. TCV, ഗുരുവായൂർ. കൊരട്ടി ആറ്റപ്പാടത്ത് മദ്യപിച്ചുണ്ടായ വഴക്കിനിടെ പിതാവ് കുത്തേറ്റ് മരിച്ചു. ആറ്റപ്പാടം കരിയാട്ടിൽ 60 വയസ്സുള്ള ജോയിയാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ ക്രിസ്റ്റിയെ ചാലക്കുടി DYSP PC ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഇരുവരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവിവാഹിതനായ ക്രിസ്റ്റിയും പിതാവ് ജോയിയും വീട്ടിൽ മദ്യപിക്കുകയും വഴക്കുണ്ടാക്കുകയും പതിവാണെന്ന് പോലീസ് പറഞ്ഞു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു. കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടറെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ മർദ്ദിച്ചു. കരുനാഗപ്പള്ളി സ്വദേശി കുരുസദനം വീട്ടിൽ രവീന്ദ്രന്റെ മകൻ രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. കൃഷ്ണരാജ് എന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ മണ്ണുത്തി സ്വദേശി മുഹമ്മദ് സാലിഹാണ് KSRTC ബസ് കണ്ടക്ടറെ മർദ്ദിച്ചത്.
സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോയിരുന്ന KSRTC ബസ് അക്കിക്കാവ് ബൈപ്പാസ് വഴി കേച്ചേരിയിലെത്തിയ സമയത്താണ് KSRTC കണ്ടക്ടർക്ക് മർദ്ദനമേറ്റത്. റോഡ് ബ്ലോക്കായതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് സ്വാലിഹ് KSRTC ബസ് കണ്ടക്ടറെ മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ KSRTC ബസ് കണ്ടക്ടർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ ബസ് കണ്ടക്ടറുടെ 2 പവൻ തൂക്കം വരുന്ന മാല നഷ്ടപ്പെടുകയും ടിക്കറ്റ് മെഷീന് കേടുപാടുകൾ സംഭവിച്ചതായും പറയുന്നു. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മാവോയിസ്റ്റ് ഭീഷണി. മാവോയിസ്റ്റ് എന്ന് അവകാശപ്പെട്ട് മാനന്തവാടി സ്വദേശിയാണ് ഭീഷണി കത്തയച്ചത്. രാധാകൃഷ്ണൻ മാവോയിസ്റ്റ് ചീഫ് കേരള എന്ന പേരിലാണ് കത്ത് ലഭിച്ചത്. സമാന രീതിയിൽ മുൻപും കത്തുകൾ അയച്ചിട്ടുള്ള ആളാണ് രാധാകൃഷ്ണൻ. നിരോധിത മാവോയിസ്റ്റ് സംഘടനകളുമായി ഇയാൾക്ക് ബന്ധമില്ല. മാനസിക രോഗത്തിന് ചികിത്സ തേടുന്ന ആളാണെന്ന് പോലീസ് പറഞ്ഞു. നേപ്പാളിൽ കുടുങ്ങിയ തൃശൂർ സ്വദേശികൾ ഉൾപ്പെടെയുള്ള മലയാളികളെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുന്നു. എരുമപ്പെട്ടി സ്വദേശി ഡോക്ടർ സുജയ് സിദ്ധാർത്ഥൻ, വാടാനപ്പള്ളി സ്വദേശി അഭിലാഷ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ടിബറ്റിലെ ഹോട്ടലിൽ തങ്ങുന്നത്. ഇവർ ഉൾപ്പെടെയുള്ള 100 പേരടങ്ങുന്ന സംഘം 10 ദിവസം മുൻപാണ് നേപ്പാളിലെത്തിയത്. കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന ഹോം സ്റ്റേയുടെ മതിൽ തകർത്തു. കാർഷിക വിളകൾ നശിപ്പിച്ചു. ഹോളി ഏഞ്ചൽസ് സ്കൂളിന് സമീപത്തെ ഹോം സ്റ്റേയിലായിരുന്നു ആനയുടെ ആക്രമണം. മതിൽ തകർത്ത് അകത്തുകടന്ന കാട്ടാന പറമ്പിലെ നിരവധി കാർഷിക വിളകൾ നശിപ്പിച്ചു. 1.5 മണിക്കൂറിന് ശേഷമാണ് ആന മടങ്ങിപ്പോയത്. 1 മാസക്കാലമായി പ്രദേശത്ത് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. കാട്ടാനകൾ റോഡിലിറങ്ങി ആക്രമണം നടത്താൻ തുടങ്ങിയതോടെ നാട്ടുകാർ റോഡ് താൽക്കാലികമായി അടച്ചുകെട്ടി. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിലാണ് റോഡിലിറങ്ങി ആനകൾ യാത്രക്കാരെ ഓടിച്ചത്. ആനശല്യം കാരണം 2 മണിക്കൂർ നേരമാണ് റോഡ് അടഞ്ഞുകിടന്നത്. തുടർച്ചയായി ഇറങ്ങിയ ആനകൾ കഴിഞ്ഞ 3 ദിവസത്തിനിടെ 100ഓളം വാഴകളാണ് നശിപ്പിച്ചതെന്ന് കർഷകർ പറയുന്നു. വാഴകൾക്ക് പുറമെ തെങ്ങ്, റബ്ബർ എന്നീ വിളകളും കാട്ടാനകൾ നശിപ്പിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി 3 ആനകളാണ് പ്രദേശത്ത് തമ്പടിച്ചിട്ടുള്ളത്. ആനയുടെ ശല്യം രൂക്ഷമാകുന്ന രാത്രികളിൽ വനപാലകരെ വിളിച്ചാലും എത്താറില്ലെന്ന് കർഷകർ പറഞ്ഞു. നമ്മുടെ പറമ്പിൽ വളരെ പ്രാവശ്യം ആന വന്ന് ഫോറസ്റ്റിൽ പരാതി കൊടുത്തതാണ്. ഒരു നടപടിയും ഉണ്ടായില്ല. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച ആന വന്ന് 10-30 തൈ കളഞ്ഞു, വല കയറി. നമ്മുടെ പറമ്പിൽ കയറിയിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു 100ഓളം വാഴ, റബ്ബർ തൈ ഒക്കെ ഒടിച്ച് കാട്ടിക്കളഞ്ഞു. ഇതിനു മുമ്പ് 2 കൊല്ലം മുമ്പ് വാഴ കളഞ്ഞു, റബ്ബർ കളഞ്ഞു. അതിനൊന്നും നഷ്ടപരിഹാരം ഒന്നും ഇതും കിട്ടിയിട്ടില്ല. നമ്മൾ അക്ഷയയിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതാണ്. ഇതുവരെ പൈസകൾ. പനി ബാധിച്ച അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. വെള്ളാറ്റഞ്ഞൂർ പുറത്തൂർ വീട്ടിൽ സൈമണാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. പ്രതിഭ കോളേജ് സ്ഥാപകനും പ്രിൻസിപ്പലുമായിരുന്നു. മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കൂർക്കഞ്ചേരി സ്വദേശിയായ സബീർ നിർമ്മിച്ച മഹാനടൻ എന്ന ആൽബം ഹിറ്റാവുന്നു. റിലീസ് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മമ്മൂട്ടിയടക്കം നിരവധി പേരാണ് ആൽബത്തെക്കുറിച്ച് മികച്ച അഭിപ്രായം രേഖപ്പെടുത്തിയത്. BK ഹരിനാരായണനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സൂരജ് കുറുപ്പാണ് സംഗീത സംവിധാനം. ആവണി മൽഹാറും സൂരജ് കുറുപ്പും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. അനിൽ എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. ഈ മാസം 6-ന് തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ചടങ്ങിലാണ് ആൽബം റിലീസ് ചെയ്തത്. മമ്മൂട്ടിയുടെ കാർ നമ്പറായ 369 ചേർത്ത് M369 എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് മഹാനടൻ എന്ന ആൽബം റിലീസ് ചെയ്തിരിക്കുന്നത്. 40 വർഷമായി മമ്മൂട്ടിയുടെ ആരാധകനാണെന്നും മമ്മൂട്ടിയെക്കുറിച്ച് ഇതുവരെ ഇറങ്ങിയ ഒരു പാട്ടും തനിക്ക് തൃപ്തി തരാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആൽബം ഇറക്കാൻ പ്രചോദനമായതെന്നും സബീർ പറഞ്ഞു. ഞാൻ ഒരു 10-40 വർഷമായിട്ട് മമ്മൂക്കയുടെ ഒരു ആരാധകനാണ്. അപ്പം മമ്മൂക്കാനെ കുറിച്ച് 45 വർഷമായി മമ്മൂക്ക ലൈവായിട്ട് മലയാള സിനിമയിലുണ്ട്. അപ്പോൾ മമ്മൂക്കാനെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടുകളൊന്നൊരു ഫാൻ എന്ന നിലയ്ക്ക് എനിക്ക് അത്ര തൃപ്തി നൽകിയിട്ടില്ല. ഒരു പാട്ട് അങ്ങനെ ചെയ്യണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. ഈ സെപ്റ്റംബർ 7 മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. ബർത്ത്ഡേയിൽ അങ്ങനെ ഒരു പാട്ട് നമ്മൾ ഇറക്കി. ആ വീഡിയോ ആൽബത്തിൻ്റെ പേര് മഹാനടൻ എന്നാണ്. ഞാനാണ് ആ പാട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മമ്മൂക്ക പാട്ട് കേട്ടു, നല്ല അഭിപ്രായമാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുന്നു. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. 35 വർഷങ്ങൾക്ക് മുൻപ് തൃശ്ശൂരിൽ ആദ്യമായി മമ്മൂട്ടി ഫാൻസിന് തുടക്കം കുറിച്ചത് കൂർക്കഞ്ചേരി സ്വദേശി സബീറാണ്. 90കളിൽ തിയേറ്റർ പ്രവർത്തനം തുടങ്ങിയ സബീർ സ്ക്രിപ്റ്റ് റൈറ്റർ, അസിസ്റ്റന്റ് ഡയറക്ടർ, അഭിനേതാവ് എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയനാണ്. മാടക്കും മൃഗയക്കും കളരിച്ചേകവ വീരനും ഉയരേകി നിറവേകി പലതായി മാറിയ കാലം TCV ന്യൂസ്, തൃശൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വർണ്ണവസ്ത്രത്തിൻ
കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ടെറ്റ് പരീക്ഷ പാസ്സായിരിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രധാന അധ്യാപകനെ സ്കൂൾ മാനേജറുടെ നോട്ടീസ്. ആലത്തൂർ സെന്റ് ആന്റണി സ്കൂളിലെ പ്രധാന അധ്യാപകൻ സജി സി പോൾസിന് മാനേജർ ആന്റണി ഡേവിസാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ചുള്ള നോട്ടീസ് എന്ന് സൂചന നൽകിയാണ് കത്ത് നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതി വിധി വന്നതു മുതൽ 2 വർഷത്തിനകം യോഗ്യതാ പരീക്ഷ പാസ്സാകണമെന്ന് നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രധാനാധ്യാപകന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. സത്യവാങ്മൂലം നൽകിയ ശേഷം യോഗ്യത നേടിയില്ലെങ്കിൽ സ്വയം വിരമിക്കേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. എയ്ഡഡ് സ്കൂളിലെ അധ്യാപക നിയമനം നടത്തുന്നത് മാനേജർമാരായതിനാലാണ് കോടതി ഉത്തരവിന്റെ ലംഘനം ഒഴിവാക്കാൻ ഇത്തരം നോട്ടീസ് നൽകിയതെന്ന് ആന്റണി ഡേവിസ് പറഞ്ഞു. അധ്യാപകരുടെ തൊഴിൽ സംരക്ഷിക്കാൻ കേന്ദ്രം ഇടപെടണമെന്നാവശ്യപ്പെട്ട് ദേശീയ അധ്യാപക പരിഷത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് നിവേദനം നൽകി. പരിഷത്ത് കേരളം ജനറൽ സെക്രട്ടറിയും SCRT കരിക്കുലം കമ്മിറ്റി അംഗവുമായ T. അനൂപ് കുമാറാണ് നിവേദനം നൽകിയത്. വെട്ടുകാട് 7ാം കല്ല് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച വിദേശ മദ്യവുമായി മധ്യവയസ്കനെ തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. 7ാം കല്ല് സ്വദേശി കൊടിമരത്തിങ്കൽ വീട്ടിൽ സന്തോഷിനെയാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ NR രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 500 ലിറ്ററിന്റെ 18 കുപ്പി മദ്യവും പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രിവന്റീവ് ഓഫീസർമാരായ ലത്തീഫ്, സിജോമോൻ, ബിജു, നിതിൻ എന്നിവർ മദ്യം പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. വർഗീസ് ചൊവ്വന്നൂരിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് പ്രഖ്യാപനം നടത്തിയത്. ചൊവ്വന്നൂർ സ്വദേശി സുജിത്തിനെ കുന്നംകുളം പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പോലീസിനെതിരെയുള്ള നിയമ പോരാട്ടത്തിന് മുൻനിരയിൽ നിന്നത് വർഗീസ് ചൊവ്വന്നൂരായിരുന്നു. തൃപ്രയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ലോറിയും 4 കാറുകളുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടവഴിയിൽ നിന്ന് പൊടുന്നനെ കയറി വന്ന ലോറിയിൽ കാർ ഇടിക്കുകയായിരുന്നു. ഇതോടെ പിന്നിൽ വന്നിരുന്ന മറ്റു 3 കാറുകളും കൂട്ടിയിടിച്ചു. ഒരു കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയും ചെയ്തു. അപകടത്തിൽ പരിക്കേറ്റ 4 പേരെ ആക്ട്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കേരള സംസ്ഥാന ഭാഗ്യക്കുരുടെ ധനലക്ഷ്മി ലോട്ടറി 1ാം സമ്മാനം 1 കോടി രൂപ വരാക്കര സ്വദേശിക്ക്. വരാക്കര മഞ്ഞളി വീട്ടിൽ തോമസ് ആണ് ഭാഗ്യവാൻ. ബുധനാഴ്ച വൈകിട്ട് നറുക്കെടുത്ത DD 781756 എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് 1ാം സമ്മാനം ലഭിച്ചത്. കരുവാപ്പടി ആവണി ലക്കി സെന്ററിൽ നിന്നാണ് തോമസ് ടിക്കറ്റ് എടുത്തത്. മക്കളുടെ ഭവന ആവശ്യത്തിനും പേരക്കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും പണം വിനിയോഗിക്കുമെന്നാണ് തോമസ് പറയുന്നത്. തന്റെ ചെറുകിട കടകളും വീട്ടാൻ ഈ തുക കൊണ്ട് ആകുമെന്നും തോമസ് പറഞ്ഞു. കരുവാപ്പടിയിൽ 15 വർഷത്തോളമായി ആവണി ലക്കി സെന്റർ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവിടെ ലഭിക്കുന്ന 2ാമത്തെ 1ാം സമ്മാനമാണ് ഇതെന്നും ഉടമകളായ വിനോദ് കുമാറും ലിയയും പറഞ്ഞു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ റാപ്പർ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിനെ ഹാജരായപ്പോഴാണ് തൃക്കാക്കര പോലീസ് വേടനെ അറസ്റ്റ് ചെയ്തത്. വനിതാ ഡോക്ടറുടെ പരാതിയിലാണ് വേടനെ ചോദ്യം ചെയ്തത്. കേസിൽ വേടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു. വെള്ളാങ്ങല്ലൂർ കാരുമാത്രയിൽ കഴിഞ്ഞ ദിവസം തെരുവ് നായയുടെ ആക്രമണത്തിൽ 5 വയസ്സുകാരനുൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,130 രൂപ, പവന് 81,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കസ്റ്റഡി മർദ്ദനങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. മർദ്ദനത്തിനിരയായ സുജിത്തിന് സമരവേദിയിൽ സ്വർണ്ണമാല ഊരി നൽകി DCC പ്രസിഡന്റ്. പാലിയേക്കരയിലെ ടോൾ പിരിവിനുള്ള സ്റ്റേ തിങ്കളാഴ്ച വരെ നീട്ടി ഹൈക്കോടതി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് സംബന്ധിച്ച് നിലവിലെ സാഹചര്യം കോടതിയെ ധരിപ്പിച്ച് കളക്ടർ. കുരിയച്ചിറ വെയർഹൌസിന് സമീപം ഫ്രൂട്ട്സ് ആൻഡ് ബേക്കറി കടയ്ക്ക് തീപിടിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിയന്ത്രണ സംവിധാനങ്ങൾ പാളിയതോടെ വിവാഹ സംഘങ്ങൾ തിരക്കിൽ വീർപ്പുമുട്ടി. തിരക്ക് നിയന്ത്രിക്കാനുള്ള നിലവിലെ സംവിധാനം ഭക്തർക്ക് ദുരിതമാകുന്നു. ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. കൊരട്ടി ആറ്റപ്പാടത്ത് മദ്യപിച്ചുണ്ടായ വഴക്കിനിടെ പിതാവ് കുത്തേറ്റ് മരിച്ചു. ആറ്റപ്പാടം സ്വദേശി ജോയിയാണ് കൊല്ലപ്പെട്ടത്. മകൻ അറസ്റ്റ്. കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടറെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ ക്രൂരമർദ്ദനത്തിനിരയാക്കി. കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.